Good morning to all. Today I am going to discuss performance of contract of sale. According to section 21, performance of contract of sale means as regards the seller, delivery of goods to the buyer, and regards to the buyer, accept of the delivery of the goods and make the payment for them in accordance with the terms of contract of sale. അതായത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലർ ഗുഡ്സ് ബയ്യർക്കും കൊടുക്കണം, ബയ്യർ അതിൻ്റെ പേയ്മെൻറ്റ് സെല്ലർക്കും കൊടുക്കണം. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 21, പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ മീൻസ് ആസ് റിഗാർഡ് സെല്ലർ ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദി ബയ്യർ ആൻഡ് ആസ് റിഗാർഡ്സ് ദ ബയ്യർ ആക്സെപ്റ്റൻസ് ദ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഫോർ ദം. നെക്സ്റ്റ്, delivery of goods. There is 3 type of delivery. First, actual delivery. Second, symbolic delivery. First, actual delivery. When the goods are handed over by the seller to the buyer on his duty authorized agent, the delivery is said to be actual. അതായത് ഗുഡ്സ് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം എക്സ് സെൽസ് എ കാർ ടു വൈ, എക്സ് ഗേവ് ഫിസിക്കൽ ഡെലിവറി ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. വെൻ ദ ഗുഡ്സ് ആർ ഹാൻഡിൽ ഓവർ ബൈ ദ സെല്ലർ ടു ദി ബയർ ഓർ ഹിസ് ഡ്യൂട്ടി ഓതറൈസ്ഡ് ഏജൻറ്റ്, ദ ഡെലിവറി ഈസ് സെഡ് ടു ബി ആക്ച്വൽ. അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിംബോളിക്. സിംബോളിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെയർ ഹൗസ് ഇപ്പോൾ ബൾക്കി ആയിട്ട് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഗുഡ്സുകൾ നമുക്ക് ഒറ്റ ട്രിപ്പിന് ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സിംബോളിക്കായിട്ട് ആ വെയർ ഹൗസിൻ്റെ കീ കൊടുക്കാം. ഹാൻഡിൽ ഓവർ ഓഫ് ദി കീ ഓഫ് എ വെയർ ഹൗസ് ടു ദി ബയർ ഈസ് എ സിംബോളിക് ഡെലിവറി. അതൊരു സിംബോളിക് ഡെലിവറിയാണ്. വെൻ ദ ഗുഡ്സ് ആർ ബൾക്ക് ആൻഡ് ഹെവി ഓർ വെൻ ദ ഗുഡ്സ് ആർ നോട്ട് ഇൻ ദ പേഴ്സണൽ കൺസിഡറി ഓഫ് ദി സെല്ലർ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗീവ് ആക്ച്വൽ ഡെലിവറി ഓഫ് ദി ഗുഡ്സ്. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് അവിടെ ഒരു ആക്ച്വൽ ഡെലിവറി നടക്കണില്ല. എന്താ നടക്കുന്നത്? സിംബോളിക് ഡെലിവറി. നെക്സ്റ്റ്, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അലോട്ട്മെൻറ്റ്. When a person who is in possession of the goods accepts or acknowledges to hold them on behalf of the buyer, അതായത് ബയ്യറിൻ്റെ പേരിൽ അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറയുക, അതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. വെൻ എ പേഴ്സൺ ഹു ഈസ് ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ആക്സെപ്റ്റ് ഓർ അക്നോളജ് ടു ഹോൾഡ് ദം ഓൺ ബിഹാഫ് ഓഫ് ദി ബയ്യർ, ബയ്യറിൻ്റെ പേരിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട്, അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റൂൾസ് റിഗാർഡിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ്. എന്തൊക്കെയാണ് ഒരു ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ റൂൾസ്? ഫസ്റ്റ്, പൊസഷൻ ഓഫ് ഗുഡ്സ്. ഡെലിവറി ഷുഡ് ഹാവ് ദ ഇഫക്റ്റ് ഓഫ് പുട്ടിംഗ് ദ ബയർ ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ്. സോ എ ഡെലിവറി ടു എനിവൺ അതർ ദാൻ ദ ബയർ ഓർ ഹിസ് ഏജൻറ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. പൊസഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഡെലിവറി ഷുഡ് ബി ഹാവ് ഇഫക്റ്റ് ഓഫ് പുട്ടിംഗ് ദ ബയർ ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ്. ആ ഗുഡ്സിൻ്റെ പൊസഷൻ ബയറിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഡെലിവറി. സോ എ ഡെലിവറി ടു എനി വൺ അതർ ദാൻ ദ ബയർ ഓർ ഹിസ് ഏജൻറ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ബയറിനല്ലാതെ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പർ അല്ല, അത് ഇൻസഫിഷ്യൻ്റ് ആണ്. നമ്മൾ എപ്പോഴും പൊസിഷൻ കൊടുക്കേണ്ടതായിരിക്കണം ബയ്യർക്ക്. നെക്സ്റ്റ്, ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കോൺകറൻറ്റ് കണ്ടീഷൻസ്. Delivery and payment are concurrent conditions. That is, the seller should be ready and willing to give possession of the goods to the buyer, and the buyer should be ready and willing to pay the price. അതായത് ഗുഡ്സ് കൊടുക്കാനായിട്ട് സെല്ലർ ബയ്യർക്ക് ഗുഡ്സ് കൊടുക്കണം, പകരമായിട്ട് ബയ്യർ എന്ത് കൊടുക്കണം? ബയ്യർ സെല്ലറിന് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. നോക്കുക, ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻസ്. ദാറ്റ് ഈസ്, ദ സെല്ലർ ഷുഡ് ബി റെഡി ആൻഡ് വില്ലിംഗ് ടു ഗീവ് പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് ആൻഡ് ദ ബയ്യർ ഷുഡ് ബി റെഡി ആൻഡ് വില്ലിംഗ് ടു പേ ദ പ്രൈസ്. അപ്പോൾ 2 റൂളാണ് നമ്മൾ പഠിച്ചത് ഡെലിവറി ഓഫ് ഗുഡ്സ് റിലേറ്റഡ് ആയിട്ട്. ഫസ്റ്റ്, പൊസിഷൻ ഓഫ് ഗുഡ്സ്. സെക്കൻഡ്, ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻസ്. നെക്സ്റ്റ്, ബയ്യർ ടു അപ്ലൈ ഫോർ ഡെലിവറി. The seller is to deliver the goods when the buyer applies for delivery. ഇപ്പോൾ സെല്ലർ ഗുഡ്സ് കൊടുക്കണം. എപ്പോൾ ബയ്യർ
അപ്ലൈസ് ഫോർ ഡെലിവറി. നമ്മൾ പറഞ്ഞു നമ്മൾ സെയിലിൽ എന്താ നടക്കണേ, സെല്ലർ ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബയ്യർ അതിന് പകരമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കും. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പോൾ സെല്ലർ ബയ്യർക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യണം. ദ സെല്ലർ ഈസ് ടു ഡെലിവർ ദ ഗുഡ്സ് വെൻ ദ ബയ്യർ അപ്ലൈ ഫോർ ഡെലിവറി. ചോദിക്കുമ്പോൾ ആ ഗുഡ്സ് കൊണ്ടു കൊടുക്കാനുള്ള ബാധ്യത സെല്ലർക്കാണുള്ളത്. നെക്സ്റ്റ് ടൈം ഓഫ് ഡെലിവറി. നമ്മൾ സെയിൽ ചെയ്ത ഗുഡ്സ് എപ്പോൾ എത്തിക്കണം. ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം അൺലെസ് എ ടൈം ഈസ് ഫിക്സഡ് ഇൻ ദ കോൺട്രാക്റ്റ്. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ടൈം കൃത്യമായിട്ട്, അതായത് ഇപ്പോൾ 12-ന് 12 മണിക്ക് എത്തിക്കണമെന്ന് പറയാം. അങ്ങനെ ഒരു പ്രത്യേക സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യണം, ഡെലിവറി ചെയ്യണം. ഇപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണ് ഒരു റീസണബിൾ ടൈമിലായിരിക്കണം, ഏതാണോ പറ്റിയ സമയം അപ്പോൾ വേണം നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ. അതാണ് ടൈം ഓഫ് ഡെലിവറിയിൽ പറയുന്നത്. ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ദ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം അൺലെസ് എ ടൈം ഈസ് ഫിക്സഡ് ഇൻ എ കോൺട്രാക്റ്റ്. ടൈം ഫിക്സ് ചെയ്തില്ലെങ്കിൽ റീസണബിൾ ടൈമിൽ ആ ഗുഡ്സ് എത്തിച്ചിരിക്കണം. 6th, പ്ലേസ് ഓഫ് ഡെലിവറി. വെയർ ദ പ്ലേസ് ഓഫ് ഡെലിവറി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സൈറ്റഡ് ഇൻ ദ കോൺട്രാക്ട് ദ ഗുഡ്സ് മസ്റ്റ് ബി ഡെലിവേർഡ് അറ്റ് ദ സ്പെസിഫിക് പ്ലേസ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് ഓൺ എ വർക്കിംഗ് ഡേ. അതായത് ഇപ്പോൾ സ്പെസിഫിക് പ്ലേസിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെയർ ദ പ്ലേസ് ഓഫ് ഡെലിവറി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ കോൺട്രാക്ട് ദ ഗുഡ്സ് മസ്റ്റ് ബി ഡെലിവേർഡ് അറ്റ് എ സ്പെസിഫൈഡ് പ്ലേസ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് ഓൺ എ വർക്കിംഗ് ഡേ. ഒരു വർക്കിംഗ് അവേഴ്സിൽ, വർക്കിംഗ് ഡേയിൽ ഏത് പ്ലേസിലാണോ എത്തിക്കാൻ പറഞ്ഞേക്കണേ ആ പ്ലേസിൽ നമ്മൾ ആ ഗുഡ്സ് എത്തിച്ചു കൊടുക്കണം. 7th, ഗുഡ്സ് ഇൻ പൊസിഷൻ ഓഫ് തേർഡ് പേഴ്സൺ. When the goods at the time of sale are in the possession of a third person, there is no delivery by the seller to the buyer unless and until such a third person acknowledge to the buyer that he hold the goods on his behalf. അതായത് ഇപ്പോൾ തേർഡ് പേഴ്സൻ്റെ കയ്യിലാണെന്ന് വയ്ക്കുക. വെൻ ദ ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ദി സെയിൽ ആർ ഇൻ ദ പൊസിഷൻ ഓഫ് തേർഡ് പേഴ്സൺ. സെയിലിൻ്റെ സമയത്ത് ആ ഗുഡ്സ് തേർഡ് പേഴ്സൻ്റെ ആണെന്ന് വിചാരിക്കുക. ദർ ഈസ് നോ ഡെലിവറി ബൈ ദ സെല്ലർ ടു ദി ബയർ. അങ്ങനെ ഒരു കേസിൽ സെല്ലർക്ക് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അണ്ടിൽ സച്ച് തേർഡ് പേഴ്സൺ അക്നോളജ് ടു ദി ബയർ ദാറ്റ് ഹീ ഹോൾഡ് ദ ഗുഡ്സ് ഓൺ ഹിസ് ബിഹാഫ്. അതായത് തേർഡ് പേഴ്സൺ പറയണം, അതായത് സെല്ലറിൻ്റെ പേരിൽ ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻ തേർഡ് പേഴ്സൺ ബയറിനെ അറിയിച്ചാൽ മാത്രമേ ആ ഡെലിവറി അവിടെ നടക്കുള്ളൂ. When the goods at the time of sale are in possession of third person's കയ്യിലാണെങ്കിൽ there is no delivery by the seller to the buyer unless and until such a third person acknowledge to the buyer that he hold the goods on his behalf. ആളുടെ പേരിലാണ് ഞാൻ ഗുഡ്സ് കീപ്പ് ചെയ്തേക്കണമെന്ന് ഇൻഫോം ചെയ്തിരിക്കണം. ഗുഡ്സ് ആർ ഇൻ പൊസിഷൻ ഓഫ് തേർഡ് പേഴ്സൺ. അപ്പോൾ ബയ്യർ ടു അപ്ലൈ ഫോർ ഡെലിവറി, അതായത് ഡെലിവറിക്ക് വേണ്ടി ആര് അപ്ലൈ ചെയ്യണം, ബയ്യർ പറയണം. നെക്സ്റ്റ് ടൈം ഓഫ് ഡെലിവറി നമ്മൾ ആ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ റീസണബിൾ ടൈമിൽ ആ ഗുഡ്സ് അവിടെ എത്തിച്ചിരിക്കണം. പ്ലേസ്, അതായത് വർക്കിംഗ് ഡേയിൽ വർക്കിംഗ് അവേഴ്സിലായിരിക്കണം നമ്മൾ ആ ഗുഡ്സിൻ്റെ ഏത് പ്ലേസിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലേസിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ഗുഡ്സ് ഇൻ പൊസിഷൻ ഓഫ് തേർഡ് പേഴ്സൺ. ഇപ്പോൾ തേർഡ് പേഴ്സൻ്റെ കയ്യിലാണെങ്കിൽ ആ ഗുഡ്സ് സെല്ലർക്ക് കൊടുക്കാൻ പറ്റില്ല. ആ തേർഡ് പേഴ്സൺ ഇൻഫോം ചെയ്യണം ആ ഗുഡ്സ് ആളുടെ കയ്യിലുള്ള കാര്യം അക്നോളജ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഗുഡ്സ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് എക്സ്പെൻസസ് ഓഫ് ഡെലിവറി. The seller should bear the expenses of putting the goods into deliverable state and also ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് അൺലെസ് അതർവൈസ് എഗ്രീഡ്. അതായത് ഇപ്പോൾ ഒരു ഗുഡ്സിൻ്റെ ഡെലിവറിക്ക് വരുന്ന എക്സ്പെൻസസുകൾ നമുക്കറിയാം. ഒരു ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ വെയർ ഹൗസ്, അങ്ങനെ പലതരത്തിലുള്ള എക്സ്പെൻസസുകളുണ്ടാവും. ആ എക്സ്പെൻസസുകൾ ബിയർ ചെയ്യേണ്ടത് ആരാ, സെല്ലറാണ്. അതുപോലെ തന്നെ അതുകൂടാണ്ട് ഇൻസിഡൻ്റലായിട്ടുള്ള എക്സ്പെൻസസുകൾ വരും. അതും എടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്, സെല്ലർക്കാണ്, അല്ലാതെ ബയ്യർക്കല്ല. The seller should bear the expenses of putting the goods into deliverable state and also the incidental expense unless and otherwise agreed. ആ എക്സ്പെൻസസുകളൊക്കെ എടുക്കേണ്ട ബാധ്യത ആർക്കാണ്, സെല്ലർക്കാണ്. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി.
In absence of an agreement to the contrary, the buyer is not bound to accept delivery by installment. ഇതിൽ പറയുന്നത് ഇപ്പം നമ്മൾ ഡെലിവറി ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ ആ കാര്യം എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിവറി ബൈ ഇൻസ്റ്റാൾമെൻറ്റ് പോസിബിൾ അല്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ടു ദി കോൺട്രറി, ദ ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഡെലിവറി ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വഴി പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി പോസിബിൾ അല്ല. എന്ത് വേണം, എഗ്രിമെൻറ്റ് വേണം. ആ എഗ്രിമെൻറ്റിൻ്റെ ആബ്സെൻസ് ആണെങ്കിൽ നമുക്ക് ഡെലിവറി ബൈ ഇൻസ്റ്റാൾമെൻറ്റ് പോസിബിൾ അല്ല. നെക്സ്റ്റ്, ഡെലിവറി ടു എ കാരിയർ ബൈ വാട്ടർ ഫിംഗർ. Delivery of goods to a carrier for the purpose of transmission to the buyer or delivery of the goods to a water finger for a safe custody is prime phase demanded to the delivery of goods to the buyer. അതായത് ഡെലിവറി ഓഫ് ഗുഡ്സ് ടു എ കാരിയർ ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദി ബയർ ഓർ ദ ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ടു ദി വാട്ടർ ഫിംഗർ. അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാരിയറിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വാട്ടർ ഫിംഗറിനെ ഏൽപ്പിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗുഡ്സിൻ്റെ ഡെലിവറി പർപ്പസിന് വേണ്ടി ഡെലിവറി ഓഫ് ഗുഡ്സ് ടു എ കാരിയർ ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദി ബയർ. അതെന്തിനു വേണ്ടിയാണ് കാരിയറിനെ ഏൽപ്പിക്കുന്നത്? ആ ഗുഡ്സ് ബയർക്ക് എത്തിച്ചു കൊടുക്കാൻ. Or the delivery of the goods to the water finger for safe custody is the prime phase demanded to delivery of the goods to the buyer. 11th, buyer's right of examine the goods. നമുക്കറിയാം, നമ്മളൊരു ഗുഡ്സ് വാങ്ങണേക്കാളും മുമ്പ് നമ്മളത് എക്സാമിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ആ ഗുഡ്സിന് വല്ല ഡിഫക്റ്റോ ഡാമേജോ ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? ബയർക്ക്. ബയേഴ്സ് റൈറ്റ് ഓഫ് എക്സാമിനിങ് ദ ഗുഡ്സ് where the goods are delivered to the buyer which he has not previously examined, he is entitled to examine them for his satisfaction. ഇപ്പോൾ അയാൾ പ്രീവിയസ് ആയിട്ട് മുൻപൊന്നും ഇത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഗുഡ്സ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് അത് ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ആ ഗുഡ്സ് എടുത്താൽ മതി. ഹി ഈസ് നോട്ട് ഡിമാൻഡ് ടു ഹാവ് ആക്സെപ്റ്റഡ് ദം അൺലെസ് ആൻഡ് അണ്ടിൽ ഹി ഹാഡ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ സച്ച് എക്സാമിനേഷൻ. അങ്ങനെ എക്സാം ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. നോക്കാം. വേർ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദി ബയർ വിച്ച് ഹി ഹാസ് നോട്ട് പ്രീവിയസ്ലി എക്സാമിൻ, ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു എക്സാമിൻ ദം ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ. ഹി ഈസ് നോട്ട് ഡീംഡ് ടു ഹാവ് ആക്സെപ്റ്റഡ് ദം അൺലെസ് ആൻഡ് അണ്ടിൽ ഹി ഹാസ് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ സച്ച് എക്സാമിനേഷൻ. നെക്സ്റ്റ്, ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ഓർ റിജക്റ്റ് ഗുഡ്സ്. In certain cases, the buyer has a right to reject the goods after having received them. In such a case, buyer is not bound to return the goods to the seller. It should be sufficient if he intimate its rejection. അതായത് സർട്ടൻ സിറ്റുവേഷനിൽ ബയ്യർക്ക് ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ സച്ച് കേസസ് ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദി ഗുഡ്സ് ടു ദി സെല്ലർ. ഇറ്റ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ഇഫ് ഹി ഇൻറ്റിമേറ്റ് ഇറ്റ്സ് റിജക്ഷൻ. അത് ഇൻറ്റിമേറ്റ് ചെയ്താൽ മതി. ഗുഡ്സ് തിരിച്ചു കൊണ്ട് സെല്ലറിൻ്റെ കയ്യിൽ കൊടുക്കേണ്ട. ആ ഇൻഫർമേഷൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻറ്റിമേറ്റ് ചെയ്യാം, അറിയിച്ചാൽ മതി. In certain cases, buyer has the right to reject the goods after having received them. In such cases, buyer is not bound to return the goods to the seller. It should be sufficient if he intimate it to the rejection. ആ റിജക്ഷനെ കുറിച്ച് എന്ത് ചെയ്താൽ മതി? ഇൻറ്റിമേറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് ആ ഗുഡ്സ് തിരിച്ചു കൊണ്ടുപോയി റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ലയബിലിറ്റി ഓഫ് ദി ബയർ ഫോർ നെഗ്ലിക്റ്റിംഗ് ഓർ റെഫ്യൂസിങ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്യാനായിട്ട് നെഗ്ലിജൻസ് ബയറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് എന്തൊക്കെയാണ് ലയബിലിറ്റി എന്നാണ് പറയുന്നത്. വെൻ ദ സെല്ലർ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദ ഗുഡ്സ് ആൻഡ് റിക്വസ്റ്റ് ദ ബയർ ടു ടേക്ക് ഡെലിവറി ആൻഡ് ദ ബയർ ഡസ് നോട്ട് ടേക്ക് ഡെലിവറി വിത്തിൻ എ റീസണബിൾ ടൈം ആഫ്റ്റർ സച്ച് എ റിക്വസ്റ്റ്, ദ ബയർ ഈസ് ലയബിൾ ടു ദി സെല്ലർ ഫോർ എനി ലോസ് ഇൻകേർഡ് ബൈ ഹിസ് നെഗ്ലിജൻറ്റ് ഓർ റെഫ്യൂസൽ ടു ടേക്ക് ഡെലിവറി plus a reasonable charge for care and custody of the goods.
അതായത് ഒരു പർട്ടിക്കുലർ ടൈം പറയാണ് സെല്ലർ ബയറിനോട് ഇന്ന സമയത്തിനുള്ള ആ ഗുഡ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ബയർ ആ ഗുഡ്സ് ആ പർട്ടിക്കുലർ ടൈമിൽ എടുത്തില്ലെങ്കിൽ അയാൾക്ക് അതുവഴി എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസ് ബിയർ ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ബയർക്കാണ്. അതുപോലെ തന്നെ ആ ഗുഡ്സ് കുറച്ചാൾ കസ്റ്റഡിയിൽ വെച്ചതിന് പകരമായിട്ട് റീസണബിൾ ചാർജ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കാം. വെൻ ദ സെല്ലർ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദ ഗുഡ്സ് ആൻഡ് റിക്വസ്റ്റ് ദ ബയർ ടു ടേക്ക് ഡെലിവറി ആൻഡ് ബയർ ഡസ് നോട്ട് ടേക്ക് ഡെലിവറി, ആ ഗുഡ്സിൻ്റെ ഡെലിവറി ആ റീസണബിൾ ടൈമിൽ എടുത്തില്ലെങ്കിൽ ദ ബയർ ഈസ് ലൈബിൾ. ആരാണ് ലൈബിൾ? ബയർ ഈസ് ലൈബിൾ ടു ദി സെല്ലർ ഫോർ എനി ലോസ് ഒക്കേർഡ് ബൈ ഹിസ് നെഗ്ലിജൻറ്റ് ഓർ റെഫ്യൂസൽ ടു ടേക്ക് ഡെലിവറി പ്ലസ് എ റീസണബിൾ ചാർജ്. അതിൻ്റെ കൂടെ ഒരു റീസണബിൾ ചാർജും കൂടി അയാൾ കൊടുക്കേണ്ടതായിട്ട് വരും for the negligent and refusal to take delivery. Next assignment question ആണ്, discuss the rules relating to delivery of goods. Okay, thank you.